പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിന്റെ തുടർച്ചയാണ് എടുക്കുന്നത്. ഒരു ചോദ്യം: ദി പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 40 rupees and the price of 2 pens and 5 notebooks is 60 rupees. What is the price of each? That is the question. അപ്പോൾ ചോദ്യത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്: 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപയായി. 2 നോട്ട്ബുക്കിനും 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപ. പ്രൈസ് ഓഫ് 2 pens ആൻഡ് 5 നോട്ട്ബുക്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രീഫായിട്ട് എഴുതാം. 2 pens 2 പേന, പിന്നെ 3 നോട്ട്ബുക്ക്. ഇതിന് ആകെ 40 രൂപയാണ് വില. 2 പെന്നിനും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപ. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് 2 പെന്നിനും 5 നോട്ട്ബുക്സിനും. അപ്പം 5 ഈക്വൽ ടു 60 rupees. അതായത് 2 പേനയ്ക്കാണ് P എന്ന് എടുത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയബിൾ എടുക്കാം, എക്സും വൈ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 2 പേനയുടെ വിലയും 3 നോട്ട്ബുക്കിന്റെ വിലയും കൂടി 40 രൂപ. 2 പേനയുടെ വിലയും 5 നോട്ട്ബുക്കിന്റെ വിലയും കൂടി 60 രൂപ. അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 2 നോട്ട്ബുക്കിന്റെ വില എത്രയാണെന്ന് പെട്ടെന്ന് പറയാമോ? വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് 2 നോട്ട്ബുക്ക്? കോസ്റ്റ് ഓഫ് 2 നോട്ട്ബുക്ക് എന്തായിരിക്കും? പെട്ടെന്ന് പറയാമോ? കോസ്റ്റ് ഓഫ് 2 നോട്ട്ബുക്ക് ഇവിടെ കണ്ടില്ലേ, 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടിയാണ് 40 രൂപ. 2 പേനയ്ക്ക് 5 നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ 2 നോട്ട്ബുക്ക് കൂടുതൽ വാങ്ങിച്ചു. വേറെ ഒന്നും വ്യത്യാസം വന്നില്ല, പേന സെയിം തന്നെയാണ്, 2 പേന തന്നെയാണ്. 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും 40 രൂപ, അതിനേക്കാൾ 20 രൂപ കൂടുതൽ കൊടുത്തപ്പോഴാണ് 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും എന്ന് പറഞ്ഞാൽ 2 പേന കൂടുതൽ വാങ്ങിച്ചപ്പോൾ 20 രൂപ കൂടുതൽ കൊടുത്തു. അപ്പൊ ഈ കൂടുതൽ കൊടുത്ത 20 രൂപ 2 നോട്ട്ബുക്കിന്റെ വിലയാണ്. അതായത് 60 - 40 = 20 രൂപ. ശരിയല്ലേ? അതായത് ഈ സമവാക്യങ്ങൾ, ഇത് ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യമാണെങ്കിൽ രണ്ടാമത്തെ സമവാക്യം ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കാന്ന് വേണമെങ്കിൽ പറയാം. 2 നോട്ട്ബുക്കും 2 പേനയും 2 പേനയും അതങ്ങോട്ട് കുറച്ചു. 5 നോട്ട്ബുക്ക് 3 നോട്ട്ബുക്ക്, 5 നോട്ട്ബുക്കിൽ നിന്ന് 3 നോട്ട്ബുക്ക് കുറച്ച് കഴിഞ്ഞാൽ 2 നോട്ട്ബുക്ക്, 60 - 40 കുറച്ച് കഴിഞ്ഞാൽ 20. അപ്പോൾ 2 നോട്ട്ബുക്കിന്റെ വില 20 രൂപ. Therefore, cost of 1 notebook is equal to cost of 1 notebook is equal to 2 നോട്ട്ബുക്കിനാണ് 20 രൂപ. അപ്പോൾ 1 നോട്ട്ബുക്കിന് 20/2 10 രൂപ. ഒരു നോട്ട്ബുക്കിന് 10 രൂപ. അപ്പോൾ നോട്ട്ബുക്കിന് 10 രൂപ കിട്ടി. അപ്പോൾ ബുക്കിന്റെ പെന്നിന്റെ വില കണ്ടുപിടിക്കാം. പെന്നിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കണേ? 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപയാണ്. 2 പേന പ്ലസ് 3 നോട്ട്ബുക്ക് 40 രൂപയാണ്. അതിൽ നോട്ട്ബുക്കിന്റെ സ്ഥാനത്ത് 10 രൂപയാണ്. അപ്പോൾ എന്നിന്റെ വില 10 ആണ്. അപ്പോൾ 3 × 10. അപ്പൊ 2 പേന പ്ലസ് 30 = 40. 2 പേന പ്ലസ് 30 = 40. അപ്പോ ഒരു പേനയുടെ വില 2 പേനയ്ക്ക് 40 കൂട്ടുക എന്നുള്ള 30, അപ്പുറം ചെല്ലുമ്പോൾ കുറയ്ക്കുക എന്നുള്ള 30 വരും. 2 പേനയ്ക്ക് 10 രൂപ. അപ്പൊ പേനയുടെ വില 2 പേനയ്ക്ക് 10 രൂപയാണ്, ഒരു പേനയ്ക്ക് 10/2 5 രൂപ. സോ 5 rupees is the cost of 1 pen. 10 rupees is the cost of 1 notebook. അങ്ങനെ കിട്ടും. മറ്റൊരു ചോദ്യം നോക്ക്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. ദി പ്രൈസ് ഓഫ് 3 pencils and 4 pens is 26 rupees and for 6 pencils and 3 pens it is 27 rupees. What is the price of each? അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യമാണ്. നമുക്ക് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ പ്രൈസ് ഓഫ് 3 പെൻസിൽസ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ പെൻസിലിന്റെ പ്രൈസും കണ്ടുപിടിക്കണം, പേനയുടെ പ്രൈസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ, ലെറ്റ് ദി പ്രൈസ് ഓഫ് one pencil is equal to X rupees. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. and the price of one pen is equal to Y rupees. That the price of one pencil is X rupees and the price of one pen is Y rupees, because we need to find out the price of a pen and the price of a pencil. And two conditions are given. Since two conditions are given, two equations we will get. അപ്പോൾ ഫസ്റ്റ് വൺ 3 pencils and 4 pens. അതിൻ്റെ രണ്ടും കൂടിയാണ് 26 രൂപ. 3 പെൻസിലും വാങ്ങി 4 പേനയും വാങ്ങി. ഒരു പെൻസിലിന് നമ്മൾ X റുപ്പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പെൻസിലിന് എത്ര രൂപയാവും? ഒരു പെൻസിലിന്റെ 3 മടങ്ങ് വില, ദാറ്റ് ഈസ് 3x റുപ്പീസ്. അപ്പോൾ 3x പ്ലസ് പിന്നെ 4 പെൻസ് അല്ലേ, നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണോ? 3 ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എഴുതിക്കോ. 3 പെൻസിൽസ് പ്ലസ് 4 പെൻ ഈസ് ഈക്വൽ ടു 26. അതാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 6 pencils plus 3 pens equal to 27. ഇങ്ങനെ വന്നിരിക്കുന്നത്. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 26 രൂപ, 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 27 രൂപ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വേരിയബിളിലേക്ക് പോകുന്നതല്ലേ നല്ലത്. ഒരു പെൻസിലിന് X രൂപയാണ്. അപ്പോൾ 3 പെൻസിലിന് 3x, 4 പേനയ്ക്ക് ഒരു പേനയ്ക്ക് Y റുപ്പീസ്. അപ്പോൾ 4 പേനയ്ക്ക് 4y ഈക്വൽ ടു 26. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ ആണെങ്കിലോ 6 പെൻസിൽ, അപ്പോൾ 6x പ്ലസ് 3 പെൻ ആണ്. ഒരു പേനയ്ക്ക് Y രൂപ, അപ്പോൾ 3 പെൻ 3y റുപ്പീസ് ഈക്വൽ ടു 27. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിലായിരുന്നെങ്കിൽ ഇത് രണ്ട് സെയിം ആയിരുന്നു. ഇവിടെ സെയിം അല്ല. പക്ഷെ നോക്കിയേ, ഇവിടെ 3x അല്ലെ, 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 26 രൂപ. അപ്പൊ ഇതിന്റെ ഇരട്ടി എടുത്താലോ? 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 52 രൂപ വരില്ലേ? 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 52 രൂപ. അതായത് ഈ ഒന്നാമത്തെ ഈ സമവാക്യം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇരട്ടി അങ്ങ് എടുത്തു. 3 പെൻസിലിനും 4 പേനയ്ക്കും 26 രൂപയാണെങ്കിൽ 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 52 രൂപ വരും അല്ലേ? ശരിയല്ലേ? ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് 3x പ്ലസ് 4y 26 ആണെങ്കിൽ 6x പ്ലസ്, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാണ്. 3xന്റെ ടോയ്സ് 6x പ്ലസ് 4yയുടെ ടോയ്സ് 8y ഇസ് ഈക്വൽ ടു 26ന്റെ ടോയ്സ് 52. അതായത് 3 പേനയ്ക്കും 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 26 രൂപയാണെങ്കിൽ 3ന്റെ ഇരട്ടി 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 26ന്റെ ഇരട്ടി 52 രൂപ വരും. ഇനി നോക്കിക്കേ, 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 27 രൂപ, 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 52 രൂപ. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കിയേ. അതായത് 3യിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക. 3 മൈനസ് 2 തേർഡ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. അതായത് 6x പ്ലസ് 8y സമം 52. അതിന് മുമ്പുള്ള ഇക്വേഷൻ 6x പ്ലസ് 3y സമം 27. അപ്പോൾ 6 പെൻസിലിനും 8 പേനയ്ക്കും കൂടി 52 രൂപ, 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 27 രൂപ. അപ്പോൾ ഇവിടെ എത്ര പേനയാണ് കൂടുതൽ മേടിച്ചത്? 3, 5, 8, 5 പേനയ്ക്ക്. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് വരണം അല്ലേ? 5 പേന കൂടുതൽ മേടിച്ചപ്പോൾ 52 മൈനസ് 27 അത്രയും വ്യത്യാസം വന്നു. അതായത് ഇതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. അതായത്
തേർഡ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറച്ച് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ന് പറയുന്നത് 6x - 6x 0, 8y 3y കുറച്ച് 5y, 27 52 27 കുറച്ചാൽ 25. ആ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയ. ഇവിടെ 3 പെൻസിലിനും 4 പേനയ്ക്കും 26 രൂപ. ഇവിടെ 6 പെൻസിലിനും 3 പേനയ്ക്ക് 27 രൂപ. അപ്പൊ ഇവിടെ 6 പെൻസിലായതുകൊണ്ട് ഇവിടെ 6 പെൻസിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഇരട്ടയും എടുത്തു. 3 പെൻസിലിന്റെ ഇരട്ടി 6 പെൻസിൽ, 4 പെൻസിലിന്റെ പെന്നിന്റെ ഇരട്ടി 8 പെൻ. ഇതിന്റെ ഇരട്ടി മേടിച്ച് ഇരട്ടി പൈസ കൊടുക്കണം. അപ്പൊ അതാണ് 6x + 8y 52 എന്ന് കിട്ടിയത്. അപ്പൊ 5y 25. അപ്പൊ നമുക്ക് ആൻസർ ആയി y = 25/5 ഗുണിക്കണം എന്നുള്ള 5 അപ്പറേറ്റ് ചെയ്തപ്പോൾ ഹരിക്കണം എന്നായി = 5. അതായത് y എന്ന് പറയുന്നത് പെന്നിന്റെ വിലയാണ്. ഒരു പേനയ്ക്ക് 5 രൂപ. ഇനി പെൻസിലിന്റെ വില ആണെങ്കിലോ ആദ്യത്തെ കണ്ടീഷനിൽ അപ്ലൈ ചെയ്താൽ മതി. 3x + 4y 26 ചെയ്തിട്ടുണ്ട്. ഏതിൽ വേണമെങ്കിലും കൊടുക്കാം. 3x + 4y 26 എന്നതിൽ ഈ y എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 3x + 4 × y സ്ഥാനത്ത് 5 കൊടുത്തു, സമയം 26. അപ്പൊ 3x + 4 × 5 20 = 26. അപ്പൊ 3x + 20 26 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x + 20 = 26 ആണെങ്കിൽ 3x = ഈ കൂട്ടുക എന്നുള്ള 20 അപ്പറേറ്റ് ഉണ്ടാകും. ഇപ്പൊ 26 - 20. 3x = 6. അപ്പൊ x = 6/3 = 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പെൻസിലിന്റെ വില 2 രൂപ എന്നും പേനയുടെ വില 5 രൂപ എന്നും കിട്ടി. So we got the answer x = 2. That is price of pencil is 2 rupees and price of pen is 5 rupees. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് 2 സമവാക്യങ്ങൾ രൂപീകരിച്ച് ഇങ്ങനെ സോൾവ് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ പ്രോബ്ലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.